നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തീർത്തത് ഇസ്രായേലാണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം. ജൂലൈയിൽ സത്യത്തിൽ പിടിച്ചുലച്ച ഒരു സംഭവവികാസം തന്നെയായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ വധം എന്ന് പറയുന്നത്. അതും ഇറാനിൽ കയറി ഇസ്മായിൽ ഹനിയയുടെ തലയെടുത്തത്. സത്യത്തിൽ അത് ഇസ്രായേൽ തന്നെയാണ് എന്ന ഇസ്രായേൽ കൊലപ്പെടുത്തിയ കാര്യം ആദ്യമായി പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഇന്നത്തെ ദിവസങ്ങളിൽ ഹൂതി ഭീകര സംഘടന ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുമ്പോൾ എന്റെ പരാമർശത്തിന്റെ തുടക്കത്തിൽ അവർക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തി, ഞങ്ങൾ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഞങ്ങൾ നശിപ്പിച്ച് കേടുപാടുകൾ വരുത്തി, ഉൽപാദന സംവിധാനങ്ങൾ ഞങ്ങൾ സിറിയയിലെ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചു, തിന്മയുടെ അച്ചുതണ്ടിന് ഞങ്ങൾ കനത്ത പ്രഹരമേൽപ്പിച്ചു. കൂടാതെ ഞങ്ങൾ കടുത്ത പ്രഹരം ഏൽപ്പിക്കുന്ന യമനിലെ ഹൂതി ഭീകര സംഘടനയാണ് അവസാനമായി നിലകൊള്ളുന്നത്. കാറ്റ്സിന്റെ മുന്നറിയിപ്പ് ഹൂതികൾക്ക് തന്നെയാണ്. ഹൂതികളെയും കൂടി ഇല്ലാതാക്കിയതിനു ശേഷം 2024 ക്രിസ്തുമസ് ദിനം ആഘോഷിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ പടയൊരുക്കം. സത്യത്തിൽ തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം കൂടി ആഘോഷിക്കാനായി ഒരുങ്ങുകയാണ് അവർ ഈ ക്രിസ്തുമസ് ദിനം. 2023 ക്രിസ്തുമസ് ദിനം സത്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ വേദനാജനകം തന്നെയായിരുന്നു. യുദ്ധഭീതികൾക്കിടയിൽ തന്നെയായിരുന്നു അവരുടെ ക്രിസ്തുമസ്. എന്നാൽ ഇപ്പോൾ അഘോര യുദ്ധമൊക്കെ തന്നെ വിജയിച്ച തലയെടുപ്പോടുകൂടി ആഘോഷമായി നിൽക്കുക തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുകയാണ്, അവരുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കും, അവരുടെ നേതാക്കളെ തലവെട്ടുകയും ചെയ്യും. ഞങ്ങൾ ഇറാനിലും ഗസയിലും ലബനനിലും ഹനിയ, സിൻവർ, നസ്രുള്ള എന്നിവരോട് ചെയ്തതുപോലെ ഞങ്ങളത് ഹൊദൈദയിലും സനയിലും ചെയ്യും. ഒരു സായാഹ്ന ചടങ്ങിൽ കാറ്റ്സ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. അങ്ങനെ ആദ്യമായി ഹനിയ, സിൻവർ, നസ്രുള്ള എന്നിവരുടെ ഒക്കെ തന്നെ കൊലപാതകം ഇസ്രായേൽ പൊതുവേദിയിൽ സമ്മതിക്കുകയാണ്. സത്യത്തിൽ ഇസ്രായേൽ തന്നെയാണ് ഇതിന് പിന്നിലെന്ന പകൽ പോലെ വ്യക്തമാണെങ്കിലും ഇതാദ്യമായാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇസ്രായേലിന്റെ തലയിലെ സ്വർണ്ണ കിരീടത്തിൽ ഒരു തൂവൽ കൂടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സായാഹ്ന ചടങ്ങിൽ കാറ്റ്സ് ഇത് പറയുമ്പോൾ ഇസ്രായേൽ ജനത ഒന്നടങ്കം കൈയടിക്കുകയായിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള സംഘം ഒരു വർഷത്തിലേറെയായി ചെങ്കടലിലെ വാണിജ്യ കപ്പൽ ഗതാഗതം ആക്രമിക്കുകയാണ്. ഇസ്രായേൽ ഒരു നാവിക ഉപരോധം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ഈ ഫലസ്തീനുകൾക്കൊപ്പം തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ അവസാനം ഫലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇറാനിൽ കൊല്ലപ്പെട്ടപ്പോൾ ഇറാന്റെ അധികാരികൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അക്കാലത്ത് ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ നേരിട്ട് അവകാശപ്പെട്ടിരുന്നില്ല. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ആരംഭിച്ച യുദ്ധം ഗസയിൽ രൂക്ഷമായിരിക്കെ സാധാരണമായി ഖത്തർ ആസ്ഥാനമായുള്ള ഹനിയ ഹമാസിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ മുഖമായിരുന്നു. ഫലസ്തീൻ എൻക്ലേവിൽ വെടിനിർത്തൽ കരാറിലെത്തുന്നത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പരോക്ഷമായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഗസയിലെ ഇസ്രായേൽ സൈന്യം ഹനിയയുടെ പിൻഗാമിയും 2023 ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരനുമായ യഹിയ സിൻവറിനെ വധിച്ചു. ഇത് ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ രക്തച്ചൊരിച്ചിലിന് കാരണമാവുകയും ചെയ്തു. 3 മാസം മുൻപ് ലബനനിലെയും സിറിയയിലും ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളുടെ വിശദാംശങ്ങളും പുറത്തുവരികയാണ് ഈ ഘട്ടത്തിൽ. ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ വിഭാഗത്തിൽ നിന്ന് അടുത്തിടെ വിരമിച്ച മൈക്കൽ ഗബ്രിയേൽ എന്നീ ഉദ്യോഗസ്ഥരാണ് CBS ചാനലിനോട് വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പേജറുകളിലും വാക്കി ടോക്കുകളിലും സ്ഫോടക വസ്തുക്കൾ വെക്കുന്നതിനുള്ള ആസൂത്രണം 10 വർഷം മുൻപേ തുടങ്ങി. തൈവാൻ ആസ്ഥാനമായുള്ള കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നത് എന്ന് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് കണ്ടെത്തിയിരുന്നു. സ്ഫോടക വസ്തു വെക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കുകയായിരുന്നു അടുത്തത്. 2022 ഇത് തുടങ്ങിക്കഴിഞ്ഞു. പല അളവിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച പലതവണ പരീക്ഷിച്ചു. ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തു പേജറുകളിൽ ഒളിപ്പിച്ചു. പിന്നെ പല റിംഗ് ടോണുകൾ പരീക്ഷിച്ചു. കേട്ടാൽ ഉടൻ അടിയന്തരമെന്ന് തോന്നുന്ന റിംഗ് ടോൺ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയ പേജറുകൾ വാങ്ങാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിക്കാൻ യൂട്യൂബിലൂടെ 2 ആഴ്ചയോളം പരസ്യവും ചെയ്തു.
പൊടിയും വെള്ളവും പറ്റാത്ത ബാറ്ററി, ആയുസ് കൂടുതലുമുള്ള പേജർ എന്ന് പറഞ്ഞായിരുന്നു പരസ്യം. എന്തായാലും ഈ പരസ്യത്തിൽ, അതായത് ഇസ്രായേലിന്റെ വാരിക്കുഴിയിൽ ഹമാസ് ഹിസ്ബുള്ളയും മൂക്കും കുത്തി വീണതിന്റെ ചരിത്രം പറഞ്ഞ് രസിക്കുകയാണ് സത്യത്തിൽ ഇസ്രായേൽ ഇവിടെ ചെയ്യുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ വിജയഗാഥ അങ്ങനെ ലോകം മുഴുവനും കേൾക്കുമ്പോൾ ഒരു ക്രിസ്മസ് ദിനം കൂടി വരികയാണ്. സത്യത്തിൽ ഈ ക്രിസ്തുമസ് ദിനം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇസ്രായേലിന്റെ സന്തോഷത്തിന്റെ ദിനം കൂടിയാണ്. പക്ഷെ അപ്പോഴും സിറിയയിൽ നിന്ന് ഇത്തരത്തിലുള്ള തടങ്കലിൽപ്പെട്ടിട്ടുള്ള ജയിലിലെ അന്തേവാസികളെ മോചിപ്പിച്ച ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ണീരോട് കൂടിയാണ് കണ്ടത്. അതേ രീതിയിൽ ബന്ദികൾ എവിടെ എന്നതിന്റെ ചോദ്യം ഇനിയും പുറത്തു കാണപ്പെടാത്ത ഏകദേശം 2 വർഷത്തോളം അടുക്കുന്ന ആ ബന്ദികൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാൻ കഴിയാത്ത ആ 130-ൽ പരം ബന്ദികൾ എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടി ലഭിക്കേണ്ടതുണ്ട്.